നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രസിഡന്റ്. വന്ദേ മാതരം. സർ, നമ്മളെ നേരത്തെ ഈ അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്. അപ്പോൾ ഈ ഇടക്കാല സമാധാനം എന്ന് പറയുന്നതിന് വലിയ ആയുസ് ഉണ്ടാകില്ല എന്ന് അങ്ങ് പല ചർച്ചകളിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് ഇസ്രയേലിനെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇറാനുമായിട്ടൊരു സമാധാന കരാർ രൂപം നൽകിയിരുന്നു. പക്ഷേ ആ സമാധാന കരാറും പൊളിഞ്ഞ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാൻ ബഹ്റിനെയും കുവൈറ്റിനെയും ആക്രമിച്ചിരിക്കുന്നു. ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭീഷണി. എന്താണ് സാർ, ഈ ഒരു ശാശ്വതമായ സമാധാനം നമ്മുടെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകില്ലേ? ഈ ലോക എണ്ണ വ്യാപാരത്തെ അട്ടിമറിക്കാനാണോ ഇറാൻ ശ്രമിക്കുന്നത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രസിഡന്റ് നമ്മുടെ ഈ ട്രംപിനെ ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ രാജ്യത്തിന് അഗൻസ്റ്റായിട്ടൊക്കെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ കാരണവരൊന്നും അറിയാതെ ആറ്റിച്ചാടില്ല, കണ്ടു ചാടില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇടയ്ക്ക് അവർ തോറ്റതുപോലെ തോന്നിക്കും, മിണ്ടാതെ പോവും, പിന്നെ വീണ്ടും തിരിച്ചു വരും. ഇതെല്ലാം ഒരു വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിനൊന്നും യാതൊരു സംശയമുണ്ടെന്ന് പറഞ്ഞാൽ കാലം ഒന്ന് തെളിയിക്കും. ഇതൊരു വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. പിന്നെ ഇസ്രയേലിനെ ഇപ്പോൾ ഒതുക്കി നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ USA അവർക്ക് പല ഇതുണ്ട്, ഡിസൈൻസ് ഉണ്ട്. എന്താ പറയുന്നത്, പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C. അതല്ല ഈ അങ്ങനെയല്ല. അതായത് USA ട്രംപിന് പെൻറ്റഗൺ അവർക്ക് ഒരു 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 അജണ്ട ഉണ്ട്. അതനുസരിച്ചല്ല ഇസ്രയേൽ പോകുന്നത്. ഈ ഇസ്രയേലിന് അജണ്ട ഇല്ല. ഇസ്രയേലിൻ്റെ അജണ്ട എന്ന് പറയുന്നത് അവരെ ആര് ഉപദ്രവിക്കുന്നു അല്ല, ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാൽ അത് ഞങ്ങളുടെ നെഞ്ചത്താണ്, ഞങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അമേരിക്കയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ട്രംപിൻ്റെ അടുത്ത് അതാണല്ലോ ബി ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ? ഇവരെ കൊണ്ട് ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് കിട്ടുന്നു, അതേസമയം ഞങ്ങൾക്കിതൊന്നുമില്ല. ഇവന്മാർ പിന്നെ മറ്റേ കമേനി ചത്ത് മറ്റേ കുഴിയിലോട്ട് പോയപ്പോഴും അവന്മാർ പറഞ്ഞ് അവിടെ മുഴുക്ക പരത്തിയത് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത്. അതിൻ്റെ കൂടെ അമേരിക്കയും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചത്താലും വിടില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇറാൻ്റെ പോക്ക്. അപ്പം ഇസ്രായേലിന് അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. ഇസ്രായേൽ നേരത്തെ റെഡിയാക്കിയതിന്. പക്ഷേ USA ഞാൻ ഇപ്പം പറഞ്ഞ പോലെ പല പല ഡിസൈൻസ് ഉണ്ട്. അതനുസരിച്ച് അത് ഈ ഇസ്രായേൽ സൂട്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഒതുക്കി നീ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ബാക്കി ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എത്ര നാള് ഇസ്രായേൽ വെയിറ്റ് ചെയ്യാൻ പറ്റും? മാത്രമല്ല വേറൊരു വലിയൊരു അപകടം പിടിച്ച ഒരു സംഗതി, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിബേറ്റ് നമ്മളെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. എത്ര ദിവസമാണ് ഇവന്മാർക്ക് കൊടുത്തത് ഈ USA, ഈ പിന്നെ ഇറാൻ പറയണത് നിൽക്ക്, ഞാൻ ഇതൊന്നും എടുത്തോട്ട്, പിന്നെ അതിപ്പോൾ ഇവിടെ തപ്പിയിട്ട് കണ്ടില്ല, ഞങ്ങൾ അവിടെ നോക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇറാൻ വാസ് ബൈയിങ് ടൈം. അത് സാർ ശരിക്കും അങ്ങനെ സമയം വാങ്ങിച്ചത് ഒരു വശത്ത് വളരെ രഹസ്യമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി തന്നെയല്ലേ? അതാണ് അതിലേക്കാണ് ഞാൻ പറയുന്നത്. അവർ രഹസ്യമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, 4 അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് ഇസ്രായേലും ഈ കയറ് പൊട്ടിച്ച് നിൽക്കുന്നത്. അമേരിക്ക പിടിച്ചിട്ട് നിൽക്കാതെ, അമേരിക്കക്ക് അറിയാമല്ലോ ഇവരേത് ഉണ്ടാക്കുമെന്ന്. അമേരിക്കക്ക് എന്താണ് പ്രശ്നം? ഇവര് ഇസ്രായേൽ അണുബോംബ് ഉണ്ടാക്കിയ അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നവും, USA യാതൊരു പ്രശ്നവും ഇല്ല. ഇറാൻ അണുബോംബ് ഉണ്ടാക്കി.
പ്രശ്നം ഇസ്രായേലിനാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ലിമിറ്റും കഴിഞ്ഞു. എന്താ പറയുന്ന ക്ഷമയുടെ നെല്ലിപ്പലക എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞു ഇറാൻ. അവർക്ക് തലയ്ക്കകത്ത് കയറില്ല. അവരെന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്ത് ആ തലക്കെട്ടുകാരും ഒക്കെ അവർക്ക് എന്തോ ഒരു ഡിസൈനൊക്കെ വെച്ച് അവരിപ്പോൾ ജയിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ IRGCയിൽ അവിടെ 3 ഗ്രൂപ്പുണ്ട് ഇറാനിൽ. IRGC ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്, അവരാണ് ഏറ്റവും പവർഫുൾ. അവരാണ് ഈ തലക്കെട്ട് ടീമിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ഇറാനിയൻ മിലിറ്ററി ഉണ്ട്, ഇറാനിയൻ ആർമി. അവരും IRGCയും തമ്മിൽ ഉടക്കാണ്. പിന്നെ ഉള്ളത് ഈ പെഷഷ്കിയാൻ, ആഗാച്ചി, മറ്റേ സ്പീക്കർ, ഇവരെല്ലാം കൂടെ ഒരു കുറച്ച് ജനാധിപത്യ സ്വഭാവമുള്ള, ജനാധിപത്യ സ്വപ്പ ഡെമോക്രസി ഉള്ളതാണ്. അവരോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഇസ്രായേലിനും USA-ക്കും ഉണ്ട്. പക്ഷേ ഇപ്പം ഈ യുദ്ധം തുടങ്ങിയത് ആരും പറയാത്ത ഒരു സംഗതി നമ്മൾ പറയുകയാണ്. ഇപ്പം ഈ യുദ്ധം ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് തുടങ്ങി. ഇതാരാ തുടങ്ങിയത്? അതും ഇറാൻ തന്നെയാണ്. IRGC ആണ് കപ്പലിനെ ആക്രമിച്ചത്. ഇവന്മാര് പറഞ്ഞു, നിങ്ങളെന്താ പിന്നെ പെഷഷ്കിന്റെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തോന്നീ കാണിക്കുന്നത്, അടിക്കവനെ ആ കപ്പലിനെ പിടി എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അവന്മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കിളി പോയി നടക്കുന്ന ഒരു വർഗമാണ് IRGC. അവരുടെ കയ്യിലാണ് ഈ ആയുധങ്ങളും പവറും എല്ലാം. അപ്പോൾ അവരാണ് ആക്രമിച്ചത്. അതാണ് തിരിച്ച് അമേരിക്കയുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് തിരിച്ച് USA ആക്രമിച്ചത്. അപ്പോൾ ഉടനെ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പോയി, ഇസ്രയേലിൽ പോയി, അല്ല വാഷിങ്ടണിൽ പോയി പറഞ്ഞു, നിങ്ങളടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ഇറങ്ങട്ടോ, അത് നീ ഇപ്പം ഇറങ്ങണ്ട, സമയമാവും, പറയാം എന്നാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോണത്, ഇസ്രയേൽ ഈ വാറിൽ എനി ടൈം എൻട്രി, എനി ടൈം. ഇനി അമേരിക്ക പറയണത് കേൾക്കില്ല, USA പറയണത് ഇസ്രായേൽ കേൾക്കില്ല. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ എലക്ഷനാണ് ഇനി അടുത്ത നവംബറിലോ മറ്റവരുടെ, USA-യുടെ അല്ല ഇസ്രായേലിൻ്റെ. അവിടുത്തെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ, ഞങ്ങൾ വന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഇനിയിപ്പോൾ അവർ വലിയ പിന്തുണയാണ് കൊടുത്തത്. അപ്പൊ ഇപ്പം ഇങ്ങർക്ക് വേറൊരു വലിയ പ്രോബ്ലം ഉണ്ട്. ഇയാള് താഴെ ഇറങ്ങിയ ഈ മൈറ്റ് ഗോ ടു ജയിൽ, ഇയാൾ വിചാരണ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങർക്കും ഈ വാർ ജയിച്ചേ പറ്റൂ. അപ്പം ഇത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനി ടൈം ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ അടിക്കും. അമേരിക്കയ്ക്ക് വേറെ, USA-ക്ക് വേറെ മാർഗമില്ല. കാർഗ് ഐലൻഡും അബുമൂസ ഐലൻഡ്, ഇത് 2 പ്രധാനപ്പെട്ട ഐലൻഡാണ്. ഇവിടെ ഇത് രണ്ടും പിടിച്ചാൽ ഇസ്രായേൽ ചോദിക്കുന്നത്, ഇവരെ ഈ ഓയിൽ വിറ്റ് പൈസ ഉണ്ടാക്കി മിസൈൽ നമുക്കെതിരായിട്ട് വിടുകയാണ്, അതെന്തുകൊണ്ട് നിങ്ങൾ തടയുന്നില്ല എന്നാണ് USA അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ പിന്നെ ഈ ആക്രമണം അവിടെ ഇവിടെയൊക്കെ നടത്തി, പക്ഷെ ഓയിൽ ഇൻസ്റ്റാളേഷൻസ് തൊട്ടിട്ടില്ല. അതെന്തിനാണ് ഇസ്രായേൽ ചോദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അലവൻസ് കൊടുക്കുന്നത്? എണ്ണ കച്ചവടത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് ഇസ്രായേൽ. അവരുടെ ഓയിൽ ഇൻസ്റ്റാളേഷൻസ്, പവർ പ്ലാന്റ്സ്, ഇത് ഇറാൻ ഇപ്പോൾ ഓയിലുണ്ട് സർ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകം തുടങ്ങിയവയുണ്ട്. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞത്. ഇസ്രായേൽ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്ക്, നിങ്ങൾക്ക് പല ബിസിനസ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തോളൂ, ഞങ്ങൾ എവിടെ ആക്രമിക്കണം, എന്ത് ചെയ്യണം. ആക്ച്വലി അമേരിക്കയെക്കാളും USA-ക്കാളും കൂടുതൽ ഇൻ്റലിജൻസ് സോഴ്സ് ഇൻഫർമേഷൻ ഉള്ളത് ഇവർക്കാണ്. ഇസ്രായേലിന് അതിനകത്ത് ആളുമുണ്ട്, ഇറാൻ ആളുമുണ്ട് ഇറാനകത്ത്. അപ്പോൾ അതുകൊണ്ട് എനി ടൈം, ഇന്ന് രാത്രിയിലാണോ നാളെ രാവിലെയാണോ എപ്പോഴെന്ന് അറിഞ്ഞൂടാ, എനി ടൈം
ഇസ്രായേൽ ആക്രമിക്കാൻ. ഇസ്രായേൽ ഇറങ്ങും. ഇസ്രായേൽ USA ഭരണമൊന്നും കേൾക്കില്ല. അവസാനം USA ഇസ്രായേൽ പോകുന്നിടത്ത് പുറകെ പോകേണ്ടി വരും. നേരെ തിരിച്ചല്ല, അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തുറന്ന യുദ്ധത്തിലേക്കാണ്. പിന്നെ വേറെ ഒരു കാര്യം സാർ, അങ്ങനെയെങ്കിൽ ഈ ഇറാൻ എന്തിനാണ് ഈ ബഹ്റിനെയും കുവൈറ്റിനെയും, അവരൊക്കെ പാവങ്ങളല്ലേ, അവരെ എന്തിനാണ് ഈ ഇറാൻ ആക്രമിക്കുന്നത്? അവരെ കൂടി യുദ്ധത്തിലേക്ക് ഇഴയ്ക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. അല്ല, പിന്നെ തീരെ പാവങ്ങളൊന്നുമില്ല. എല്ലാത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം മരുന്നുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് ഓയിൽ തരുന്നവർ, അത് വലിയ കാര്യം തന്നെ, നമ്മൾ പൈസ കൊടുക്കുന്നു. പക്ഷേ പാകിസ്ഥാനായിട്ടുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ UAE ഒഴിച്ച് ഇവന്മാരെല്ലാം ഇറാൻ അടക്കം പാകിസ്ഥാൻ്റെ കൂടെയാണ്, എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അവന്മാരിൽ ഒരു വെടിക്കുള്ള മരുന്ന്, 1 വെടിക്കും 2 വെടിക്കുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. പിന്നെ ഇറാൻ്റെ അടുത്ത് അതൊന്നും നടക്കുന്നില്ല. ബഹ്റിൻ ചിലപ്പം പാവമായിരിക്കും. ഖത്തർ എങ്ങനെ പാവമാവും? ഖത്തറല്ലേ ലോകത്തിലെ, സൗദിയും ഖത്തറാണ് ലോകത്തിലെ ഏറ്റവും അധികം തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത്. ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും ഇറാൻ്റെ ഖത്തർ അവിടെ ഇതയച്ചല്ലോ, മറ്റേ അപ്പൂപ്പൻ ചത്തപ്പോ ആ സെറമണിക്ക് ഡെലിഗേഷൻ അയച്ചത് ഏത് കഴിഞ്ഞ അതിൻ്റെ ഒരു 15 ദിവസം മുമ്പ് അവിടെ മൊത്തം കത്തിച്ചതാണ് ഇറാൻ. അപ്പോൾ അതാണ് പറഞ്ഞത്, അവർ തീരെ പാവങ്ങളൊന്നുമില്ല. പിന്നെ അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് നാശമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈ അമേരിക്കൻ ബേസിലും നാശമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ 1000 മിസൈൽ ഇനി ബാക്കിയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ എന്തോന്നാണ്, അവരെങ്ങനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിനെ പറ്റി USA പോലും പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ തുറന്ന യുദ്ധത്തിലേക്ക് തുറന്ന യുദ്ധമൊന്നുമില്ല, എന്തോ വൺ വേ ട്രാഫിക്. അതായത് ഇസ്രായേൽ കയറി അങ്ങ് അടിക്കും. ഇറാൻ ഒരു ദിവസം 10 മിസൈൽ വെച്ച് വിടും. അത്രയ്ക്കുള്ള സ്റ്റോക്ക് അതിലുള്ളൂ. അപ്പം സാർ, ഇതോടുകൂടി ഇറാൻ്റെ ഒരു വലിയ നാശം ഇറാനിൽ സംഭവിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അല്ല, ഇവരുടെ ഉദ്ദേശം ഇസ്രായേലും USA ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സർക്കാരിനെ കൊണ്ടുവരിക. അല്ല, അത് പെഷഷ്കേനോ അതുപോലുള്ള ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തോ, പിന്നെ വേറൊരാളുടെ പേര് പറയുന്നു, ആ പേര് വെളി വന്നിട്ടില്ല. ഈ ഇസ്രായേലിനും USA ആരോ ഉണ്ട്, അവരാരെങ്കിലും കൊണ്ടുവരും. അല്ലാതെ പിന്നെ സിസ്റ്റത്തിനെ മൊത്തം തകർക്കാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഇറാൻ അതിനു വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയാൽ എന്ത് ചെയ്യും? അടി ചോദിച്ചു കഴിഞ്ഞാൽ പവർ പ്ലാന്റ്സും എനർജി മറ്റേ ഓയിൽ ഇൻസ്റ്റാളേഷനൊക്കെ ഇനി അത് മാത്രമേ തൊടാൻ, അതേ ഉള്ളൂ അറ്റാക്ക് ചെയ്യാൻ. അത് തൊട്ട് കഴിഞ്ഞാൽ നിന്ന് കത്തും എത്രയും നാള്. അത് ഇസ്രായേലിന് അതൊരു വിഷയമല്ല. പക്ഷെ അമേരിക്കയ്ക്ക് അതൊരു വിഷയമാണ്. USA വിഷയം എന്ന് പറയുന്നത് നാളെ ഈ ഓയിൽ എടുത്ത് ഇവർക്ക് കച്ചവടം അടിക്കാനുള്ള, അത് പറ്റൂല. ഇസ്രായേലിന് നേരെ പോകുന്നുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് അവൻ്റെ ഓയിലും വേണ്ട, അവരെ ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുക. എന്തായാലും സാറ്, ഈ ഗൾഫിലെ സ്ഥിതി, പ്രത്യേകിച്ചും ഈ ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ മലയാളിയും ഈ പറയുന്നത് പോലെ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികൾ, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം, പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണയുടെ ഒരു വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. ഇതെല്ലാ അർത്ഥത്തിലും നമുക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാനും കഴിയുന്നില്ല. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇടപെടാൻ കഴിയാത്ത ഇന്ത്യയുടെ ഒറ്റ പ്രശ്നമാണ്, ഒരേ ഒരു വിഷയമാണ്, നമുക്ക് അഫ്ഗാനിസ്ഥാനുള്ള ആക്സസ് കിട്ടില്ല. നമ്മൾ ചബാർ പോർട്ട് വഴിയാണ് അഫ്ഗാനിസ്ഥാനിലെ. അപ്പോൾ ഈ പാകിസ്ഥാനൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇറാൻ, നമ്മുടെ ഇന്ത്യൻ നേവി ഇറാൻ ആക്രമിച്ചാൽ പിന്നെ ചബാറിൽ കയറാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നതാണ്. അതെ, ഈ നയതന്ത്ര തലത്തിലെ ചില കൊടുക്കൽ വാങ്ങലുകളും ചില ബന്ധങ്ങളും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷമിക്കുന്നത്. നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കയറാൻ വേറെ വഴി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഇന്ത്യ ആക്രമിച്ചത്. കാരണം നമ്മുടെ ഷിപ്പ് പോകുമ്പം ഇപ്പോൾ 14 പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ഷിപ്പ് പോകുമ്പം അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ യുദ്ധക്കപ്പലും കൂടെ പോകണം, തൊടുവോ?
ഈ ചൈനയുടെ കപ്പൽ എന്താ ആക്രമിക്കാത്ത ഇറാൻ? ഇതുവരെ ചൈനയുമായിട്ട് അവർക്ക് വേറെ ചില അതാണ് അന്തർധാരകളുണ്ട്. അപ്പൊ അതാണ് മനഃപൂർവ്വമാണ് ഇറാൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വൃത്തികെട്ട രാഷ്ട്രീയം. നമ്മൾ എന്തിനാണ് ഈ ഇറാനെ? പിന്നെ ഇപ്പം നമുക്ക് നിവൃത്തിയില്ല. ചബാർ പോർട്ട് വഴി അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാന് പണി കൊടുക്കാൻ നമുക്കുള്ള ഏക മാർഗമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും ഒക്കെ പറയുന്നത്. നമുക്ക് വലിയ ആശങ്കയുണ്ട്, കാത്തിരിക്കുകയാണ്. അപകടങ്ങളൊന്നും ഉണ്ടാകാതെ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിലാണ് കേരളത്തിലെ ഒരു വലിയ സമൂഹം. കാരണം നിരവധി മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നു. അവരുടെ ജീവന് ആപത്തുണ്ടാകാതിരിക്കണം. എന്തായാലും മോദിയുടെ നയതന്ത്രം ഇതുവരെ ഭാരതീയരെ കാത്തു രക്ഷിച്ചു. ഇനിയും അത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഭാരതീയനെയും സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഏതറ്റം വരെയും പോകും എന്ന് നമുക്കും ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ഈ ഇറാൻ ഇസ്രയേൽ US സംഘർഷം അത് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, ലോകമെങ്ങുമുള്ള മനുഷ്യർക്ക്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം.